ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിയുടെ വീഡിയോ എല്ലാവരും കണ്ട് വീട്ടിൽ അങ്ങനെ എല്ലാവരും ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും രവീന്ദ്രന് നല്ല വിഷമാവുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രുതിയും ഇതൊരു ആഘോഷമാക്കി മാറ്റുകയാണ്. ചന്ദ്രയാണെങ്കിൽ എല്ലാ ദേഷ്യവും കൂടി ഇങ്ങനെ ഓരോന്ന് പെറുപെറുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയും ചെയ്യുകയാണ്. അതേ സമയത്താണ് അവിടേക്ക് രേവതി കടന്നു വരുന്നത്. രേവതിയാണെങ്കിൽ ആരുടെയും മുഖത്ത് നോക്കാതെ പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി പോകാൻ നിൽക്കുമ്പോൾ രേവതി അവിടെ നിന്ന് ഇങ്ങോട്ട് വാ എന്ന് പറയുന്നുണ്ട് ചന്ദ്ര. അങ്ങനെ രേവതി അവിടെ വന്നിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പം ചന്ദ്ര പറയുന്നുണ്ട്, നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു, നിന്റെ മുഖം കണ്ടാലറിയാം നീ ആ വീഡിയോ കണ്ടിട്ടുണ്ടാകുമോ എന്ന്. നീ ഈ കുടുംബത്ത് കാലെടുത്ത് വെച്ചതിന് ശേഷമാണ് അവൻ ഇങ്ങനെയായത്. അവൻ ആദ്യമേ മദ്യപിക്കുമെങ്കിലും അവൻ കുടിച്ച് രാത്രി സമയത്ത് അവൻ കുടിക്കാറുള്ളൂ, പകല് വാഹനം ഓടിക്കുന്ന സമയത്തൊന്നും അവൻ കുടിക്കാറില്ല. പിന്നെ കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ വന്ന് ഒരാൾക്കൊരു ശല്യമില്ലാതെ കിടന്നുറങ്ങും. അങ്ങനെയായിരുന്നു അവൻ. പക്ഷേ നീ വന്നതിന് ശേഷമാണ് ഈ പകൽ മുഴുവനും കുടി തുടങ്ങിയത്. നിന്നെ കൊണ്ടുവന്നത് ദേ ഇരിക്കുന്നു, ഇങ്ങോരാണ് നിന്നെ നല്ല മരുമകളാണ്, നല്ല ഭാര്യയാണെന്നൊക്കെ പറഞ്ഞ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നും പറഞ്ഞ് നമ്മുടെ രേവതി ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രുതിയുടെ വക ശ്രുതിയും പറയുന്നുണ്ട്, ശ്രുതി തെറ്റ് ചെയ്തപ്പോൾ നീ പറഞ്ഞായിരുന്നല്ലോ അത് തിരുത്തണമെന്നൊക്കെ, അതുപോലെ തന്നെ നിനക്കും അങ്ങനെ ബാധകമില്ലേ, നീയും തിരുത്തേണ്ടായിരുന്നു സച്ചി എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ നീ എല്ലാത്തിനും നീ നിൽക്കുന്നത് കൊണ്ടാണ് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയും തുടങ്ങി. ആ സമയത്ത് വർഷ പറയുന്നുണ്ട്, അമ്മേ രേവതി ചേച്ചി ഇങ്ങനെ വഴക്ക് പറയാതെ, രേവതി ചേച്ചി എന്ത് ചെയ്തു, സച്ചിയേട്ടനല്ലേ മദ്യപിച്ചത്, പിന്നെ രേവതി ചേച്ചിനെ എന്തിനാ കുറ്റപ്പെടുത്തുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്ന സമയത്ത് രേവതി തന്നെ പൊട്ടിത്തെറിക്കുകയാണ്. എല്ലാ സങ്കടവും വിഷമവും ഒക്കെ അങ്ങനെ അവിടെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അവൾ പറയുകയാണ്, ശരിയാണ്, എല്ലാവരും അമ്മ ഇപ്പം എന്നെയല്ലേ കുറ്റപ്പെടുത്തുന്നത് സച്ചിയേട്ടനെ കുടിച്ചതിനെ പറ്റിയിട്ട്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത് 1 വർഷം പോലും തികഞ്ഞിട്ടില്ല. അപ്പോൾ അത്ര നാളായിട്ടുള്ള എനിക്ക് അദ്ദേഹത്തെ പരിചയം. എന്നിട്ടും ഇത്രയും വർഷങ്ങൾ അമ്മയുടെ കൂടെ അല്ലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. എന്നിട്ട് എൻ്റെ അമ്മയ്ക്ക് ഈ ഒരു സ്വഭാവം അമ്മയ്ക്ക് മാറ്റാൻ പറ്റാഞ്ഞത്. എന്നിട്ട് അമ്മ കാരണമാണ് അദ്ദേഹം ഈ തരത്തിൽ, അമ്മ വളർത്തിയ മകനാണ്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ സ്വഭാവം വന്നത് എന്ന് ചന്ദ്രയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രടി എന്താടി നീ പറഞ്ഞത്, ഞാൻ വളർത്തിയ മക്കൾ ഇതേ നിൽക്കണേടി, രണ്ടുപേരും ശ്രുതിയെയും ശ്രീകാന്തിനെയും കാണിച്ചിട്ട് പറയാണ്, അവരെങ്ങനെ ഇതുപോലെ കുടിച്ച് നടക്കുന്നുണ്ടോ നീ ഒന്ന് നോക്കിയേ എന്നൊക്കെ പറഞ്ഞങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എന്നെ കുറ്റപ്പെടുത്തേണ്ട അമ്മ ഞാനൊരു കാര്യത്തിലും ഒന്നിലുമില്ല, അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെയാണ്. പിന്നെ എന്നെ അപ്പം പറയുന്നുണ്ട്, നിൻ്റെ വണ്ടിയുടെ പുറകിൽ എഴുതിയിട്ടില്ല 500 മാല കെട്ടിയ സച്ചിയുടെ ഭാര്യയെന്ന്. ഇനിയിപ്പോൾ ആൾക്കാർ വിളിക്കാൻ പോകുന്നത് അത് തിരുത്തിയിട്ട് നീ ഒരു കാര്യം ചെയ്യേ, 500 മാല കെട്ടിയ കുടിയനായ സച്ചിയുടെ ഭാര്യ എന്ന് അതിൽ എഴുത്. പിന്നെ നിന്നെ ഇനി വിളിക്കാൻ പോകുന്നത് കുടിയൻ്റെ ഭാര്യ എന്നായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ അവൾ അതിനുള്ള മറുപടിയും കൊടുക്കുന്നുണ്ട്. കുടിയൻ്റെ ഭാര്യ എന്ന് എന്നെ വിളിക്കുമ്പോൾ അമ്മയെ കുടിയൻ്റെ അമ്മ എന്ന് വിളിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കൊക്കെ ആകുമ്പോൾ രവീന്ദ്രൻ ഇടപെടുകയാണ്. രവീന്ദ്രൻ പറയുന്നുണ്ട്, എന്തിനാ നീ രേവതിയെ കുറ്റപ്പെടുത്തുന്നത്, രേവതി എന്ത് ചെയ്തിട്ട്, എനിക്കല്ലെങ്കിൽ ഇവിടെ ഒരു സ്വസ്ഥത ഇല്ലാതിരിക്കുക, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട് ചന്ദ്രയെന്ന് ഇങ്ങനെ പറയുന്ന സമയത്ത് തന്നെയാണ് വർഷയുടെ അമ്മ അതിലേക്ക് നമ്മുടെ ചന്ദ്രനെ വിളിക്കുന്നത്. അപ്പം ചന്ദ്ര പറയുന്നുണ്ട്, നിന്റെ അമ്മയാണല്ലോ വിളിക്കുന്നത്, എന്തിനാ എന്നെ വിളിക്കുന്നത്, ഇത് അറിഞ്ഞിട്ടായിരിക്കും പരിഹസിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കോൾ എടുക്കുകയാണ്. കോൾ എടുത്തിട്ട് ലൗഡ് സ്പീക്കറിൽ എന്നെയാണ് ഇടുന്നത്. അങ്ങനെ ആ സമയത്ത് അവർ പറയുന്നുണ്ട്, ചന്ദ്രേ നിന്റെ വീടിൻ്റെ മുറ്റത്ത് ചാനലാരോ മറ്റോ വന്ന് നിൽക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് പരിഹസിച്ചിട്ട്. അപ്പം ഇല്ല എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ വരും എല്ലാവരും, അങ്ങനെയാണല്ലോ നിന്റെ മോൻ്റെ കാര്യങ്ങളൊക്കെ, നിന്റെ മോൻ ലോകം മുഴുവൻ അറിയുന്ന ഒരാളായി മാറിയിരിക്കുകയല്ലേ, അത്രയധികമാണ് കാര്യങ്ങളൊക്കെ. നീ എൻ്റെ ഭർത്താവിനെ അവൻ തല്ലിയപ്പോൾ അവൻ എന്തായിരുന്നു പൊള്ളൽ, എൻ്റെ ഭർത്താവ് അതിന് പ്രതികരിച്ചത്, എൻ്റെ ഭർത്താവ് അവനെ കുടിയനെന്ന് വിളിച്ചതിന് അവന് എന്താ പൊള്ളൽ, ഇപ്പം ലോകം മുഴുവൻ അവന് കുടിയനെന്നാണ് വിളിക്കുന്നത്, കുടിയൻ്റെ അമ്മയെന്ന് നിങ്ങളെയും വിളിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവളില്ലേ ആ ഒരുത്തി, അവൻ്റെ ഭാര്യ, അവളാണ് എല്ലാത്തിനും അവന് വളം വെച്ച് കൊടുക്കുന്നത്, ഒരു കൈയല്ലേ രണ്ടുപേരും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരുപാട് പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്താ ചന്ദ്രൻ നീ ഒന്നും മിണ്ടാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വർഷയാണെങ്കിൽ ആ ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങിക്കണം. അമ്മയ്ക്ക് ഇപ്പോൾ എന്താ ഇങ്ങോട്ട് വിളിക്കേണ്ട ആവശ്യം, അമ്മ എന്തിനാ ഇപ്പോൾ ഇവിടുത്തെ അമ്മയെ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം, ഇവിടെ എല്ലാവരും അല്ലെങ്കിൽ വിഷമിച്ചിരിക്കും, അമ്മ ഫോൺ വെക്കുന്നുണ്ടോ എന്നും ചോദിച്ചു. ദേഷ്യപ്പെട്ടിട്ട് വർഷ തന്നെ ആ ഫോൺ വാങ്ങി കട്ട് ചെയ്യുകയാണ്. അങ്ങനെ അവിടെ നിന്നിട്ടും എല്ലാവരും പോവുകയാണ്. നമ്മുടെ രേവതിയാണെങ്കിലും വിഷമത്തോട് കൂടിയിട്ട് അവിടെ ഒരു ഭാഗത്ത് ചെന്നിരിക്കുന്നുണ്ട്. അപ്പോൾ വർഷയും ശ്രീകാന്തും വന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചി വിഷമിക്കല്ലേ, എടുത്ത് എഴുന്നേൽക്ക്, എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വേണ്ട, ഒന്നും വേണ്ട, ഞാൻ അദ്ദേഹത്തിന് ഇത്രയും നാളും കുടിക്കാതിരിക്കുകയായിരുന്നു, അദ്ദേഹം ഇപ്പോൾ ഈ അടുത്ത് ആ സ്വഭാവമൊക്കെ മാറ്റി ഇതുവരെയും കുടിക്കാറില്ലായിരുന്നു, ഇനിയിപ്പോൾ ഈ കുടി തുടങ്ങിയാലേ ഇനി ഇത് നിർത്താനും പറ്റില്ല, ഇനി ആദ്യത്തെ സ്വഭാവത്തിലേക്ക് പോകുക, ഈശ്വര എന്തൊരു വിധിയാൻ്റെ എന്നും പറഞ്ഞ് തലയ്ക്കും കൈയും കൊടുത്ത് രേവതി ഇരിക്കുന്നുണ്ട്. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ സച്ചിയുടെ
കാറ് പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്, ലൈസൻസ് റദ്ദാക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ സഹിക്കാൻ പറ്റാതെ ആ റോട്ടിൽ അങ്ങനെ കരഞ്ഞുകൊണ്ട് മുട്ടുകുത്തി നിൽക്കുന്നുണ്ട് സച്ചി. അങ്ങനെ ഒരു ഓട്ടോ വിളിച്ചിട്ട് വീട്ടിലേക്ക് വരികയാണ്. വീടിൻ്റെ ഉമ്മറത്ത് എത്തുമ്പോൾ തന്നെ സച്ചി ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, ഇവിടെ ഉള്ളവരെല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ ഭാര്യയും അച്ഛനും ഇത് വിശ്വസിക്കില്ല, രേവതിയും അച്ഛനും ഇത് എന്തായാലും വിശ്വസിക്കില്ല, അവർ എൻ്റെ കൂടെ തന്നെ നിൽക്കും, അത് മതി എനിക്ക് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ആശ്വാസത്തോടു കൂടി സ്വയം ആശ്വസിച്ച് നിൽക്കുന്ന നമ്മുടെ സച്ചിയെ കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.